കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാപ്പ കേസ് പ്രതിയായ സനൂജിനെ വാഹനം തടഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖിന് കൈക്ക് പരിക്കുപറ്റി. സനൂജിന്റെ കാർ തടഞ്ഞു പരിശോധിക്കുന്നതിനിടെ സനൂജ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ബൈക്കിൽ പിന്തുടർന്ന ഷെഫീഖിനെ ഇയാൾ ഇടിച്ചിടുകയായിരുന്നു. വാഹനത്തിന്റെ അടിയിൽ വീണ ഷെഫീഖിന്റെ കൈയുടെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചു. പിടിയിലായ കാപ്പ കേസ് പ്രതിയിൽ നിന്നും 9 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? കാപ്പ കേസ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമായിരുന്നു ചാത്തന്നൂർ, കൊല്ലം ചാത്തന്നൂരിൽ ഒരു 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കാപ്പ കേസ് പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇയാൾ MDMAയുമായിട്ട് കാറിൽ കടക്കുന്നു എന്ന ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇയാളെ തേടിയെത്തുന്നത്. ഇയാളെ പിന്തുടർന്നെത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അതായത് ഈ സിനിമയിൽ കാണുന്ന പോലെ, സിനിമാ രംഗങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബൈക്കിലും കാറിലുമായിട്ടായിരുന്നു പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം ഇയാളെ പിന്തുടർന്നെത്തിയത്. ചാത്തന്നൂരെത്തി എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രതിയെ, കാപ്പ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ പിന്തുടരുന്നു. അതിനിടെ ഉദ്യോഗസ്ഥനെ ഇടിച്ചിടുകയായിരുന്നു. കൈക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. വിനീഷ്, ഇയാളിൽ നിന്നും ലഹരിയും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കാപ്പ കേസ് പ്രതിയാണ്. ഇനി എത്ര എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ കഴിയില്ല അല്ലേ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസിൽ പ്രതി ചേർന്ന ആൾ കൂടിയാണ്. ഇയാൾ MDMAയുമായിട്ട് കാറിൽ സഞ്ചരിക്കുന്നു എന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. കൊല്ലം ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിൽ ആണ് ഇയാളെ പിന്തുടർന്ന് എത്തിയത്. ബൈക്കിലും കാറിലുമായിട്ടായിരുന്നു പോലീസ് പിന്തുടർന്നെത്തിയത്. അപ്പോൾ ചാത്തന്നൂർ വെച്ചിട്ട് ഇയാളെ പോലീസ് വളയുകയും ചെയ്തു. അപ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് വാഹനം പിന്നിലോട്ടെടുക്കുകയും ഈ ഡാൻസ് ഓഫ് പോലീസ് ഓഫീസർ സഞ്ചരിച്ചിരുന്ന, സിവിൽ പോലീസ് ഓഫീസർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഇയാളുടെ വാഹനം ഇടിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോഴാണ് പോലീസ് ഓഫീസർ നിലത്ത് വീഴുകയും കൈക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വളഞ്ഞ് കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വാഹനത്തിൽ നിന്നും 9 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ സമാനമായ കേസ്, അതായത് ഇതുപോലെ വാഹനം പോലീസ് ഓഫീസറെ ഇടിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിൽ മുൻപും സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കേസിലും ഇയാൾ പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ പോലീസ് കൈയോടെ പിടികൂടി ഇന്ന് അയാളെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഓഫീസറെ ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. ഇതിനു മുൻപ് സാധാരണ ഇയാൾ ഈ ലഹരി കേസിൽ മാത്രമാണോ പിടിയിലായിട്ടുള്ളത്, അതോ വലിയൊരു ക്രിമിനലാണോ, കൊടും കുറ്റവാളിയാണോ? ലഹരി കേസ് മാത്രമല്ല, ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളാണുള്ളത്. അടിപിടി അടക്കമുള്ള കേസുകളുണ്ട്. നിരവധി കാപ്പ നിയമം ഉൾപ്പെടെ ഉള്ള കേസിൽ പ്രതിയാണ് ഇയാൾ. ഇത്തരം ക്രിമിനലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പോലീസിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. പോലീസിന്റെ കൃത്യമായ തന്ത്രപരമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഡാൻസ് ഓഫ് ടീമിന്റെ വലിയൊരു പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ചാത്തന്നൂർ പോലീസും ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടിയാണ് നഗരത്തെ നടുക്കിയ തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കാരണം മറ്റു വാഹനങ്ങളെല്ലാം തന്നെയുണ്ട്. വലിയ തിരക്കേറിയ ഒരു സ്ഥലമാണ് ചാത്തന്നൂർ നഗരം. അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് പഴുതടച്ചുള്ള ഒരു ശ്രമമായിരുന്നു. ഒരു പോലീസ് ഓഫീസറിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ പോലും ഉടൻ തന്നെ ചികിത്സ ലഭ്യമായിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഈ പ്രതിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ പോലീസ് വളഞ്ഞിട്ട് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളിൽ നിന്നും 9 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ ഈ MDMA കേസിൽ പ്രധാനിയാണെന്നാണ് പറയുന്നത്. MDMA മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ ഇയാൾ ഒരു പ്രധാന കണ്ണിയാണ്. ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അടക്കം MDMA എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനിയാണ് ഇയാൾ. ഇയാളെ ഇങ്ങനെ പിടികൂടാൻ സാധിക്കാത്തൊരു പ്രകൃതമാണ്. കാരണം ഇയാളുടെ രീതി അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണെന്നാണ് അറിയുന്നത്. എന്തായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇയാളെ പിടികൂടി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോട് കൂടിയായിരുന്നു ടോം ഈ ഒരു സംഭവം ഉണ്ടായത്.
യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ പിടികൂടാൻ പോകുമ്പോൾ പോലീസിനും ജാഗ്രത പാലിക്കണം. കാരണം എന്തും ചെയ്യാം, പോലീസിനെ പോലും പേടിയില്ലാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ക്രിമിനൽ സംഘങ്ങൾ, ലഹരി കേസ് പ്രതികൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.